അല്ലാഹു സുബ്ഹാനഹു വ തആല വഅഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന് പറഞ്ഞിടത്തെ എൻ്റെ സ്മരണക്ക് വേണ്ടി എന്ന് പറഞ്ഞതിന് ഒരു മഅന, 4 മഅനകൾ നമുക്ക് ചർച്ച ചെയ്യാൻ. ഒന്നാമത്തെ മഅന ഐ ലിദിക്രി വഹ്ദി, എന്നെ മാത്രം ഓർത്ത് നിസ്കരിച്ചാൽ മതി. നിങ്ങൾ ഓർക്കുന്നത് എന്നെയായിരിക്കണം, എന്നെ മാത്രം, അതിനിടയ്ക്ക് വേറെ ആരും കയറി വരരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ഖാലിസത്തൻ ലിവജ്ഹില്ല, വേറെ ഒരാൾ കാണാനോ, ഒരാൾ ഫോട്ടോ എടുത്ത് വിടാനോ, ഒരാൾ നിങ്ങളെ പറ്റി എന്തെങ്കിലും നല്ലത് പറയാനോ, ഒരാൾ നിങ്ങളെ പറ്റി ഇമ്പ്രഷൻ, ഇതിനൊന്നും നിങ്ങൾ നിസ്കരിക്കേണ്ട. അത് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ ഷോ ഓഫ്, ആൾക്കാരെ കാണിക്കുക എന്നാണ്. അത് കുറേ ആളെ കാണിച്ചില്ലെങ്കിൽ കുറച്ചാളെ കാണിച്ചാൽ അത് മതി എന്നാണ്. സൂറത്ത് ത്വാഹ ഓതി ഒരു ചരിത്രം പറയാറുണ്ട് ആലിമീങ്ങൾ. ഒരു മനുഷ്യൻ മനോഹരമായിട്ട് നിസ്കാരത്തിൽ സൂറത്ത് ത്വാഹ ഓതി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഹാഫിളാണ്, ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-60 ആയത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുണ്ട് 135 വരെ ഓതാനുണ്ടല്ലോ. അപ്പോഴാണ് വീടിൻ്റെ ജനൽ തുറന്ന് വെച്ചിങ്ങനെ ഓതുമ്പോൾ ആരോ ഒരാളതിൽ പോകുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് ഉഷാറാക്കി ഈണത്തിലൊരു രാഗത്തിലാണ് ഓതാൻ തുടങ്ങി. അദ്ദേഹം അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു എന്നാണ്. ഫീമായറ നായിം, ചുമരിൻ്റെ മുകളിൽ സൂറത്ത് ത്വാഹ ഇങ്ങനെ നീർത്തി വെച്ചിരിക്കുകയാണ്. ഓരോ ആയത്ത് കഴിഞ്ഞാലും 10 ഹസനാത്ത്, 10 കൂലി 10 കൂലി 10 10 10 10 10 60 ആയത്ത് വരെ 10, 60 കഴിഞ്ഞിട്ട് 0 0 0 0 0 0 0 0 0 0. അപ്പം അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, അതെന്ത് കഥ? ഞാൻ അത് മുഴുവൻ ഓതിയിട്ട് 60 വരെ 10, ബാക്കി എന്താ ഇങ്ങനെ? ഈ 60 വരെ നിങ്ങൾ ഓതിയത് അള്ളാഹ്ക്ക് വേണ്ടി ഓതിയതാണ്, പിന്നെ നിങ്ങൾ ഓതിയത് മറ്റേ ചങ്ങയ്ക്ക് വേണ്ടി ഓതിയതാണ്. അവിടെ പോയി വാങ്ങിയാൽ മതി, 30 രൂപേൻ്റെ കൂലി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതിലൊരു നുക്തയുണ്ട്, ഇതിലൊരു പാഠമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യണം. അപ്പം നിങ്ങൾ ഈ ക്ലാസ്സിന് വരുന്നു, ഇതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ മനസ്സിലാക്കൽ മാത്രം മതി. മുത്തുനബി തങ്ങളെ മനസ്സിലാക്കൽ, ദീൻ പഠിക്കൽ മാത്രം. വേറെ ഈ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ വന്നാൽ ഈ വരവ് നഷ്ടമാണ്. നിങ്ങളുടെ പെട്രോൾ നഷ്ടമാണ്, സമയം നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. അള്ളാഹിനെ പറ്റി പഠിക്കണം, റസൂലുള്ളാഹി തങ്ങളെ പറ്റി പഠിക്കണം, ഖുർആൻ പഠിക്കണം, ദീൻ മനസ്സിലാക്കണം എന്നല്ലാതെ ഫ്രണ്ട്സിനെ കാണാൻ, ലവറെ കാണാൻ, മറ്റോലെ കാണാൻ, ഇതിനൊന്നും ഇങ്ങോട്ട് വരണ്ട. കാര്യമുണ്ടോ? ഇല്ല. കൂട്ടുകാരികളെ കാണാൻ വേണ്ടി വന്നു, കൂട്ടുകാരെ കാണാൻ വേണ്ടി വന്നു, വല്ല കാര്യമുണ്ടോ? ആ വെറുതെ ടൈം അങ്ങ് വേസ്റ്റ്. എന്തിനാ വേസ്റ്റ്? പെരുകുത്തിർന്നാൽ പോരെ. അഖിമിസ് സ്വലാത്ത ലിദിക്രി, അള്ളാഹുവിൻ്റെ സ്മരണയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ വിഷയം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഹദീസുണ്ട്. عن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم عن أبي هريرة صحيح مسلم أبو هريرة തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. قال رسول الله قال الله عز وجل أنا أغنى الشركاء عن الشرك أنا أغنى الشركاء. അല്ലാഹു തആല പറയാ, ഒരുപാട് പാർട്ട്ണർമാരുണ്ടായിരിക്കാം പലരുടെയും ബിസിനസ്സിൽ, കൂട്ടുകെട്ടുകളിൽ, പല ഇതിലും പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. ഷുറക്കാ, ശരീക്കുകൾ ഉണ്ടാകും. പക്ഷേ ആ ശരീക്കുകളിൽ വെച്ച് ഏറ്റവും മുതലാളിയായ ശരീക്കാണ് ഞാൻ. എനിക്കെൻ്റെ പാർട്ട്ണർഷിപ്പിൻ്റെ ആവശ്യം തന്നെ അല്ല. അള്ളാഹു തആല പറയാം, പാർട്ട്ണർഷിപ്പ് ഉണ്ടാവില്ലേ? 5% 10% കൂറ് കൂടുന്നില്ലേ? അള്ളാഹ് പറയും, എൻ്റെ കൂറ് എനിക്ക് വേണ്ട. നീ നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട അമല്, മാതാപിതാക്കളെ നോക്കുന്നുണ്ട്, അത് അള്ളാഹു കണ്ടാൽ മതി, അള്ളാഹു അറിയുന്നുണ്ടല്ലോ, അത് മതി, അവിടെ നിർത്ത്. പിന്നെ കൂടെ നാട്ടിലും കൂടെ അറിയട്ടെ, ഞാൻ ഇതിട്ട് സെൽഫി ഇടട്ടെ, ഉമ്മാനും വാപ്പനെ ഹജ്ജിന് കൊണ്ടുപോയിന്ന് അറിയട്ടെ, അവരെ ഉംറക്ക് കൊണ്ടുപോയിന്ന് കാണട്ടെ, അവർക്ക് ഇത് ചെയ്തു കൊടുത്തു എന്ന് കാണട്ടെ. എന്തിന്? നിങ്ങൾ ചെയ്യുന്ന അമൽ അള്ളാഹു കാണുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനെ വേറെ ആളെ കാണിക്കേണ്ട കാര്യം? നിങ്ങൾ ദാനം ചെയ്യുന്നു, അള്ളാഹു കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധം മനുഷ്യന് മതിയായില്ല. ഇത് വേറെ ആരെങ്കിലും കാണണം എന്നതിൻ്റെ കൂടെ അവൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് അള്ളാഹു തആല പറയും, എൻ്റെ ഷെയർ കൊടുത്തേക്ക്, എനിക്ക് വേണ്ട. അതാണ്, ഞാൻ ഷെയർ ഹോൾഡേഴ്സിൽ മുതലാളിയായ ഷെയർ ഹോൾഡറാണ്, എൻ്റെ ഷെയർ ഞാനാണ് ഒഴിവാക്കുന്നു. അള്ളാഹു തആല പറയും, എനിക്കത് വേണ്ട, എൻ്റെ കൂടെ എല്ലാവരും എടുത്തോട്ടെ, ഞാൻ മുതലാളിയാണ്. അള്ളാഹു പറയാം, ആ പാർട്ട്ണർഷിപ്പ് എനിക്ക് വേണ്ട. ഇതിനാണ് റിയാഇനെയാണ് അശ്ശിർക്കുൽ ഖഫീ എന്ന് പറയുന്നത്. ഷിർക്കുൽ ഖഫീ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാതെ വേറെ പടച്ചന്മാരുണ്ട് എന്ന ഷിർക്ക് മുസ്ലിമാരും ചെയ്യുന്നു, എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നൊരു മുസ്ലിം അള്ളാഹു അല്ലാതെ വേറെ പടച്ചോൻ്റെ അധികാരമുള്ള ആരെങ്കിലും ഉണ്ടെന്നൊരു മുസ്ലിം വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ മുസ്ലിമുമല്ല. പക്ഷേ നമുക്ക് വന്നു പോകാൻ സാധ്യതയുള്ളൊരു ഷിർക്കുണ്ട്. അതാണ് റിയാ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിയാ തങ്ങൾ പറഞ്ഞു, ഞാൻ പേടിക്കുകയാണ്. അഖ്ഫ മിനൻ നംലത്തി സൗദാ അല സഖറത്തി സമ്മ ഫിൽ ലൈലത്തി ളൽമ. ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു പാറ സങ്കല്പിക്കുക. നല്ല ഇരുട്ടുള്ള രാത്രിയാണ്. ഇത് അഖ്റജ യദഹു ലം യഖദ് യറാഹ. സ്വന്തം കൈ ഇങ്ങോട്ട് നീട്ടിയാൽ പോലും കൈ കാണൂല, അങ്ങനത്തെ ഇരുട്ട്. സങ്കല്പിക്കാൻ പറ്റൂലേ? ലൈറ്റ് ഓഫ് ആക്കണം, സങ്കല്പിച്ചു.
അങ്ങനത്തെ ഒരു ഇരുട്ടിൽ കറുത്ത ഒരു പാറ, അതിലൊരു വൈറ്റ് ലൈൻസ് ഡിസൈൻ പോലുമല്ലോ, കറുത്ത പാറയാണ്. സങ്കല്പിച്ചൂടെ? ഇരുട്ട്, അതിൻ്റെ ഉള്ളിൽ കറുത്തൊരു പാറ. നബി തങ്ങൾ പറഞ്ഞ ഉദാഹരണമാണ്. അവിടെ ഒരു കറുത്ത ഉറുമ്പ് ആ പാറപ്പുറത്തുണ്ട്. ടോർച്ചുമില്ല, വെളിച്ചമില്ല, മെഴുതിരില്ല, ലൈറ്റുമില്ല. കാണാൻ പറ്റുമോ? ഇതുപോലെ കാണാൻ പറ്റാത്തതാണ് റിയാ എന്ന് പറഞ്ഞ ഷിർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തന്നെ അറിയില്ല നമുക്കിതുണ്ടോ എന്ന്. പേടിക്കണം. നമ്മൾ ചെയ്യുന്ന നിസ്സാരം. ഇപ്പോൾ ഈ സെൽഫി സ്റ്റാറ്റസൊക്കെ വന്നില്ലേ, ഫുള്ള് റിയാ ആണ്. ഇതൊക്കെ ഷോ ഓഫാണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ശരി, ഒരു മെസ്സേജ്, പലരും മെസ്സേജ് കൊടുക്കാൻ തരാം, മറ്റവനെ കൊള്ളാൻ വേണ്ടി, മറ്റവനെ തോണ്ടാൻ വേണ്ടി, ആ കുടുംബത്തിലൊന്ന് കലക്കാൻ വേണ്ടി, അതിനൊക്കെ മെസ്സേജ് കൊടുക്കുക. നല്ല നല്ല വേദൻ്റെ ക്ലിപ്പൊക്കെ കിട്ടും. എന്തെന്നറിയോ? കിടക്കട്ടെ. അതല്ല ദഅവത്ത് എന്ന് പറയുന്നത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദീനു അൻ നസീഹ. നല്ല ഉദ്ദേശം, എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ചെയ്യുന്നതാ ദഅവത്ത്. അല്ലാത്തതൊക്കെ വെറുതെ പിരികയറ്റാൻ വേണ്ടി ചെയ്യുന്ന ദുൽമുകളാണ്. അപ്പോൾ സ്റ്റാറ്റസ് വെക്കുക, ഒരു ഹദീസ് സ്റ്റാറ്റസ് വെക്കുക, മറ്റവൻ്റെ കോട്ടിങ് സ്റ്റാറ്റസ് വെക്കുക, വേറെ ആടെ ക്ലിപ്പ്, അതിൻ്റെയൊക്കെ ലക്ഷ്യം വേറെ ആയിരിക്കും. ആർക്കോ മറുപടി കൊടുക്കാനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്താ സ്മരിച്ചിരിക്കണത്? ശരിയല്ലേ? ഞാൻ ജീവിതത്തിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ഒരൊറ്റ സ്റ്റാറ്റസ് കാണില്ല. എപ്പോഴെങ്കിലും അറിയാണ്ട് തൊട്ട് പോയിട്ട് കണ്ടിട്ടുണ്ടാവും. ഞാൻ നോക്കാറില്ല അത്. അങ്ങനെ എന്തിന് പിന്നെ ആരൊക്കെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടു വേറെ വിഷയമാണ്. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. പിന്നെ എന്തിന് നമ്മൾ അയാൾ ആമൽ കളയുന്നു? ഇന്നതാ സ്റ്റോറി ഇടുക. എന്തിനിവിടെ പോയി, നിങ്ങൾ എവിടെ യാത്ര ചെയ്തു, നിങ്ങൾ എവിടെയുള്ളത്? അപ്പോൾ പറയും സ്റ്റാറ്റസിൽ കാണുന്നുണ്ട് ആളിപ്പോൾ കശ്മീരിലാണെന്ന്, സ്റ്റാറ്റസ് കാണുന്നുണ്ട് ആളിപ്പം സ്വിറ്റ്സർലൻഡിലാണെന്ന്. എന്തിനതിൻ്റെയൊക്കെ ആവശ്യം? ആളുകൾ അറിയിക്കേണ്ട വല്ല കാര്യമാണോ? എന്ന് അറിയിച്ചോളൂ. അതിൽ വല്ല ഫായിദയുമുണ്ടോ, വല്ല ഇൽമുമുണ്ടോ, വല്ല ഹിക്മത്തുമുണ്ടോ? നിങ്ങൾ ചെയ്തോളൂ നല്ല ഉദ്ദേശത്തോടു കൂടെ. എല്ലാം റിയാ ആണ്. റിയാഇൻ്റെ ഒരു ലോകമാണ് ഇത്. നിങ്ങൾക്ക് റിയാ ഉണ്ടോ എന്ന് പോലും അറിയൽ പ്രയാസമാണ്. ഏതുപോലെ ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറപ്പുറത്തൊരു കറുത്ത ഉറുമ്പ് നടന്നാൽ നിങ്ങൾക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് റിയാ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പ്രയാസമായിരിക്കും. അത് ഷിർക്കാണ്. അത് ഷിർക്കുൽ ഖഫി, കാണാൻ പറ്റാത്ത ഗോപ്യമായ ദ സറ്റിൽ ഷിർക്ക്, കാണാൻ പറ്റാത്ത ഒരു ഷിർക്ക് എന്ന് പറയും. അത്രയും സറ്റിലാണത്. അത് നമ്മുടെ കണ്ണുകൊണ്ട് അറിയാൻ പറ്റൂല. അതിനെ ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്യുന്ന ചാരിറ്റി, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും, നമ്മൾ മക്കളെ നോക്കുന്നതും, നമ്മൾ കുട്ടികളെ കൊണ്ടുനടക്കുന്നതും, നമ്മുടെ ഭാര്യയെ നോക്കുന്നതും, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നതും, നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ സഹായം കൊടുക്കുന്നത്, എന്തിനൊക്കെ പറയേണ്ട കാര്യം? ഇതൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യും? ആരെയാണോ നീ നിയ്യത്ത് ചെയ്തത് അവരുടെ അടുത്ത് പോയി വാങ്ങിക്കുമോ എന്ന് പറയുന്ന കൂലി ഞാൻ തരൂല, എനിക്കത് വേണ്ട, എൻ്റെ ഷെയർ എനിക്ക് വേണ്ട. അള്ളാഹു അങ്ങനെ പറയാം. അന അഗ്ന ശുറക, ഷെയർ ഹോൾഡേഴ്സിൽ വെച്ച് ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എൻ്റെ ഷെയർ എനിക്ക് വേണ്ടെന്നങ്ങ് വിചാരിക്കും. അതാണ് അള്ളാഹുവിൻ്റെ രീതി. എനിക്ക് ഷെയർ തന്നെ വേണ്ട അള്ളാഹു തആല പറയാം. അതുകൊണ്ട് ആർക്കാണോ നിങ്ങൾ നിയ്യത്ത് ചെയ്തത് അവരുടെ പോയി വാങ്ങിച്ചോ. എന്തുകൊണ്ട്? അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടായിരിക്കെ, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധ്യം എനിക്ക് പോരാ, നാട്ടുകാരും കാണുന്നുണ്ട് എന്ന് എനിക്ക് ബോധിക്കണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ആലോചിക്കണേ. അത് അള്ളാഹു കാണുന്നുണ്ടെന്ന് മതിയായില്ല, നാട്ടുകാരും കൂടെ കാണട്ടെ. അള്ളാഹു കണ്ടാൽ മനുഷ്യരുടെ മനസ്സിലേക്ക് നിങ്ങളെപ്പറ്റി നല്ല ചിന്ത കൊണ്ടുവരാൻ അള്ളാഹു കഴിയും. ഇനി അള്ളാഹു നിങ്ങൾക്ക് വല്ല പരീക്ഷണവും ഉദ്ദേശിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ ആരുടെയും മനസ്സ് നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. അഖിമിസ് സ്വലാത്ത ലിദിക്രി. അതുകൊണ്ട് റിയ ഉണ്ടെങ്കിൽ വലിയ വിഷയമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു വിഷയത്തിൽ പച്ചയായ മനുഷ്യന്മാരായിട്ട് നിൽക്കാന്ന റിയ വേണ്ട, ആരെയും കാണിക്കേണ്ടെന്നാണ്, ആരെയും കാണിക്കേണ്ടെന്ന്. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ തെറ്റ് കിട്ടുന്നൊരു കാര്യം എന്താണെന്നറിയോ? പള്ളിക്ക് വന്നിട്ട് ആൾക്കാരുടെ തോളിൽ ചവിട്ടിയിട്ട് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് സ്ഥലമുണ്ടാക്കി മുമ്പ് പോയിരിക്കലാണ്. തഖത്തുർ റിഖാബ്, ശാപം വരെ വരുമെന്നാണ് നബി തങ്ങൾ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച ദിവസം ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ സ്പേസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കാം, കുഴപ്പമില്ല. അല്ലാതെ വെറുതെ തിക്കിത്തിരക്കി അവിടെ ബാക്കിൽ വന്നിട്ട് മുമ്പിലേക്ക് വന്നിരിക്കുക. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച വരയാണ് പള്ളിയിലെ വരാന്ന. എങ്ങനെ? എൻ്റെ അടുത്ത് ആദ്യം വന്നവരെടുക്കട്ടെ, രണ്ടാമത് വന്നവരെടുക്കട്ടെ, അടുത്ത വന്നവരെടുക്കട്ടെ. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ജുമുഅയ്ക്ക് വേണ്ടി സമയവും സന്ദർഭമൊക്കെ ഉണ്ടായിട്ട് നേരത്തെ വന്നവരാരാണ്, വരാത്തവരാരാണ്? ആ ഗ്യാപ്പ് കയറി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ആ വര റബ്ബ് വരച്ചു കഴിഞ്ഞത് ആദ്യം വരുന്നവർക്ക് വന്നിരിക്കാനാണ്.
ഗ്യാപ്പുണ്ടെങ്കിൽ തൊട്ട് മുമ്പിൽ ആൾക്കാർ കയറിയിരിക്കണം. കാരണം അത് അള്ളാഹുവിൻ്റെ ഒരു സിസ്റ്റത്തെ കൊഞ്ഞനം കാണിക്കലാണ്. ഞാൻ ജയിച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെ 10 മാർക്ക് ഇപ്പുറത്ത് 0 100 കൊടുക്കുക, ഞാനും ജയിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട്? അത് അള്ളാഹു വരച്ച വരയാണെന്ന് മനസ്സിലാക്കണം. പള്ളിയിലെ സൊഫിൻ്റെ വര, മെഹ്റാബിൻ്റെ മുമ്പിൽ ഖുതുബക്ക് മിംബറിയുടെ മുമ്പിൽ കിടക്കുന്ന വര അള്ളാഹു നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ ബൗണ്ടറിയാണ്. ഇവിടെ വരേണ്ടവരാര്, ഇവിടെ ഇരിക്കേണ്ടവരാര്, ഇവിടെ ഇരിക്കേണ്ടവർ അള്ളാഹുവിനറിയാം.